സുരേഷിട്ട് ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ ഒരു അറസ്റ്റിലേക്കോ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ അന്വേഷണം നീളുകയാണെങ്കിൽ CPM പത്മകുമാറിനെയൊക്കെ സംരക്ഷിച്ചതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിലേക്ക് മറ്റേ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓട്ടോണമസ് ബോഡി എന്നുള്ള നിലയ്ക്ക് പത്മകുമാറിൻ്റെയൊക്കെ വിഷയം വരുമ്പോഴത്തേക്ക് അത് ദേവസ്വം ബോർഡിൻ്റെ തലത്തിൽ വരെ എത്തി നിൽക്കുന്ന കാര്യമേ ഉള്ളൂ. അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള തലത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. ആ തീരുമാനം എന്താണെന്ന് മനസ്സിലാവട്ടെ, എന്നിട്ട് നടപടിയെടുക്കാം എന്നുള്ള ഇതിലാണ് CPM ഇപ്പം നിലകൊള്ളുന്നത്. പക്ഷേ കടകംപള്ളിയിലേക്ക് ഈ വിഷയം വരികയാണെങ്കിൽ അത് സർക്കാരിനെ ബാധിക്കുന്ന വിഷയമാണ്. സർക്കാരിനെ ബാധിക്കുന്ന വിഷയം എന്ന ഒരു തലത്തിലേക്ക് ആ സാധനം എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ CPM ഈ പറയുന്നത് പോലുള്ള ന്യായങ്ങൾ പറയാൻ പറ്റില്ല. സർക്കാരിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ അതൊരു കൂട്ടുത്തരവാദിത്തമുള്ളൊരു സംവിധാനമായി മാറും. അത് പാർട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. പിന്നെ അത് ഇടതു മുന്നണിയിൽ പ്രശ്നമാവും. അത് മൊത്തത്തിൽ ഈ പത്മകുമാറിൻ്റെ കാര്യത്തിൽ വന്നതുപോലെ അത്ര ഒരു ഉപേക്ഷാഭാവം കടകംപള്ളിക്ക് അങ്ങനെ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത് അറസ്റ്റിലേക്ക് പോകുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഒതുങ്ങുമെന്നുള്ള സംശയം തോന്നുന്നത് ഈ SIT പ്രധാനപ്പെട്ട ആരെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ടോ അവരെല്ലാം അറസ്റ്റിലായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായി, മെമ്പർ അറസ്റ്റിലായി, ഇനി ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കടകംപള്ളിയുടെ കാര്യത്തിൽ എല്ലാവരും ഒരു അറസ്റ്റിലേക്ക് സംശയില്ല. കടകംപള്ളിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പത്മകുമാർ നേരത്തെ ഒരു മൊഴി കൊടുത്തതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് അയാളാണെന്നെന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല വിദേശ വ്യവസായിയെ കൊണ്ടുവന്നിട്ട് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതോ ഒരു ഉന്നതൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം ചോദ്യം ചെയ്തത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഒരിക്കൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. അതായത് സർക്കാരിൽ അതിന് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റില്ല. അത് ഒരു സ്വതന്ത്ര ഭരണ സംവിധാനമുള്ള സംവിധാനമാണ്. അത് കടകംപള്ളി സുരേന്ദ്രൻ ഒരുപക്ഷെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കണം എന്ന് പറഞ്ഞാൽ പോലും പത്മകുമാറിനെ പോലെ ഒരാളത് കൊടുത്തയക്കാൻ ബാധ്യസ്ഥനല്ല. പിന്നെ അപ്പം അഥവാ അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളി പറഞ്ഞതുകൊണ്ടാവണം എന്നില്ല. അത് CPM മൊത്തം ഒരു ഉത്തരവാദിത്തമായിട്ട് മാറും. അതാണ് ഞാൻ പറഞ്ഞത്. കടകംപള്ളി അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും. അല്ല, അത് CPM മാത്രം പ്രത്യേകതയാണ്. കാരണം ഇതിനകത്ത് ഒരു പത്മകുമാറിനോ ഒരു കടകംപള്ളിക്കോ മാത്രമായി ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ദേവസ്വം ബോർഡിനെ ഇപ്പം ജയകുമാറിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയകുമാറിന് അവരുടെ ആ ബോർഡിന് ദേവസ്വം ബോർഡിൽ എന്ത് വേണം, ശബരിമലയിൽ സദ്യ കൊടുക്കണം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ദേവസ്വം മന്ത്രി വാസവൻ പറയേണ്ട കാര്യമില്ല. പറഞ്ഞാൽ അത് അനുസരിക്കണമെന്നുമില്ല. അതേസമയം ബോർഡിന് തീരുമാനം എടുക്കാം. കൊടുക്കരുത് എന്ന് വാസവൻ പറഞ്ഞിരുന്നാലും ബോർഡിന് കൊടുക്കാം. ബോർഡിന് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനുമുള്ള കഴിവുണ്ട്. പക്ഷേ CPM ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു മുൻ MLA ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുകയും ആ CPM തന്നെ ഒരു മന്ത്രി ഇന്നതുപോലെ ചെയ്യണം എന്ന് അങ്ങേരെടുത്ത് പറഞ്ഞിട്ട് പുള്ളി അത് അനുസരിക്കുകയും ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അത് കടകംപള്ളി സുരേന്ദ്രനോ പത്മകുമാറോ മാത്രം ചേർന്നിട്ടുള്ളൊരു കാര്യമായിട്ട് കാണാൻ പറ്റില്ല. അത് CPM എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പാർട്ടി എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പത്മകുമാർ ചെയ്തു എന്നുള്ള തലത്തിലേക്കായിരിക്കും അത് മാറുക. ഈ ഓരോ ദിവസം ചെല്ലും തോറും CPM ഇങ്ങനെ കുരുക്ക് മുറുകി വരികയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല തിരിച്ചടിയല്ല എന്ന് CPM മാത്രമേ പറയുന്നുള്ളൂ. CPI പോലും അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ കടകംപള്ളിയിലേക്ക് വന്നു. കടകംപള്ളി അതേപോലെ തന്നെ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് വന്നു. അപ്പോൾ കൂടുതൽ കുരുക്ക് മുറുകി വരികയാണ്. ഈ അന്വേഷണം ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കടകംപള്ളി അറസ്റ്റിലാവുകയാണെങ്കിൽ അത് കൂടുതൽ കുരുക്കിലേക്കാണ്. പക്ഷേ ഇത് വേറൊരു തലത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. സംഭവം ഇതിപ്പോൾ ED പോലുള്ള ഒരു ഏജൻസി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി അവരിയ്ക്കുന്നുണ്ട്. പോരാത്തതിന് രാജീവ് ചന്ദ്രശേഖരോ ആരൊക്കെയോ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടായിരിക്കാം ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു വിദേശ വ്യവസായി വന്നത് മറ്റേ വിദേശ മാഫിയ സംഘങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൊഴി കൊടുത്തതും ഒരുപക്ഷെ അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാവാം. എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യാന്തര ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ ദേശീയ ഏജൻസികൾ അന്വേഷിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ദേശീയ ഏജൻസികൾ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. ഇപ്പം ED അല്ലെങ്കിൽ CBI പോലുള്ളൊരു ഏജൻസി വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു കഴമ്പില്ലെങ്കിൽ പോലും ഇപ്പം കടകംപള്ളിയെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആളിനൊന്നും ഇവർ ചോദ്യം ചെയ്തു, ഒരു സംശയത്തിൻ്റെ അപ്പുറത്ത് ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മൊഴിയെടുത്തു എന്ന് വച്ചിരുന്നാൽ പോലും ഈ കേന്ദ്ര ഏജൻസികളാണ് ഇത് അന്വേഷിക്കാൻ വരുന്നതെങ്കിൽ അത് അവരുടെ കയ്യിലൊരു രാഷ്ട്രീയ ആയുധമാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്ത കിഫ്ബിയുടെ കാര്യത്തിൽ ഹൈക്കോടതി എഴുതി തള്ളിയ സാധനമാണ്. ഹൈക്കോടതിയിൽ പോലും ഇവർ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല ED. അവരാണ് അഡ്ജൂഡിക്കേറ്റിംഗ് കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ വരെ നോട്ടീസ് അയച്ചത്.
മുഖ്യമന്ത്രിക്ക് പോലും നോട്ടീസ് അയച്ചത് ഇപ്പം മറുപടി തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏജൻസിയുടെ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏത് തലത്തിലേക്കൊക്കെ പോകും എന്നുള്ളതിനെക്കുറിച്ച് CPM-നുള്ളിൽ വലിയ ആശങ്ക ഉണ്ടാവും. അത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. അത് അവർ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യും. നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള കരുവന്നൂർ ബാങ്ക് കേസാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ സ്വർണ്ണക്കടത്തിൽ വേറൊരു കാര്യം ഉണ്ടായി. സ്വർണ്ണക്കടത്ത് കേസ് വന്നത് മുഴുവനും CPM-ന് ഗുണകരമായിട്ടാണ് മാറിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ പിന്നെ ഇവരെ അന്വേഷിച്ചത് മുഴുവനും അത് CPM-ന് ഗുണകരമായിട്ടാണ് മാറിയത്. പക്ഷേ അതിനുശേഷം നടന്ന സംഭവങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അതിന് ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണം നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ദിവസമാണ്. ഈ പത്രസമ്മേളനങ്ങളിൽ അന്നന്ന് ഉയരുന്ന ആരോപണങ്ങൾക്ക് അയാൾ അന്നന്ന് തന്നെ മറുപടി പറഞ്ഞ് പോയിക്കൊണ്ടാണിരുന്നത്. അപ്പം മുഖ്യമന്ത്രി അതൊരു മറുപടി പറഞ്ഞു കഴിയുന്നതോടുകൂടി ആ സംഭവം തീർന്നു കിട്ടും. അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പുള്ളി ഈ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലിയ അലർജി ആയതുകൊണ്ട് പുള്ളി മാധ്യമങ്ങളെയൊന്നും കാണാറില്ല. പുള്ളിക്ക് തോന്നുമ്പോൾ മാത്രം വല്ലപ്പോഴും വന്നിരുന്ന് എന്തെങ്കിലും പറയും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ചയായി ജനങ്ങളുടെ മനസ്സിൽ അതൊരു വലിയ സംഭവമായിട്ട് മാറിയതിന് ശേഷം പുള്ളി വന്നല്ല ഇനി ആര് വന്ന് എന്ത് പറഞ്ഞിരുന്നിരുന്നാൽ അതുകൊണ്ട് വലിയ ഗുണമുണ്ടാവാൻ പോകുന്നില്ല. അതാണ് ഞാൻ കാണുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ ഇതായിട്ട് മാറുകയും ചെയ്യും. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ കടകംപള്ളി ചോദ്യം ചെയ്യലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2019 ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് നടന്നതുകൊണ്ട് മാത്രം എന്നോട് ചോദിച്ചു, അറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത്ര ലഘുവായ ചോദ്യം ചെയ്യലായിരിക്കും അവിടെ നടന്നത്. അതായത് മറ്റുള്ള ഇപ്പോൾ പത്മകുമാറോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരോ മറ്റേ വിദേശ വ്യവസായിയോ ഒക്കെ കൊടുത്തിരിക്കുന്ന മൊഴി ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പം ഇയാളുടെ ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വല്ലതും ആണ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ലഘുവായിരിക്കില്ല ചോദ്യം ചെയ്യൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വെറും ഒരു മൊഴിയെടുപ്പ് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു ചോദ്യം ചെയ്യലാണ്. അല്ല, ആൾ കടകംപള്ളി ആയതുകൊണ്ടാണ് എല്ലാവരും ഒരു സംശയം. അല്ല, അത് സ്വാഭാവികമായിട്ടുണ്ട്. കടകംപള്ളി എന്നുള്ളത് മാത്രമല്ല, അതപ്പോൾ ആരായാലും ശരി. കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിൽ KT ജലീലിനെ ED ഇതേപോലെ ചോദ്യം ചെയ്തു, മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. മണിക്കൂറുകളോളം ഇരുത്തി അയാളുടെ പുറകെ ആൾക്കാർ പോയി. സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന വേറൊരു പ്രവണതയുണ്ട്. അതായത് ഈ ഇടതു മുന്നണിക്കെതിരായിട്ട് എല്ലാ കേന്ദ്രങ്ങളും ഇടതു മുന്നണിയെ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് മാധ്യമങ്ങൾ, പിന്നെ UDF, BJP എല്ലാവരും കൂടി ഒന്നിച്ച് ഈ CPM-നെ എതിർക്കുക എന്നുള്ളൊരു ലൈനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ പിന്നെ ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്താൽ, ED വിളിച്ച് ചോദ്യം ചെയ്താൽ അത് വാർത്തയാവണമെന്നില്ല. അതേസമയം KT ജലീലിനെ വിളിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് വാർത്തയാവും. അതുപോലെ തന്നെയാണ് ഇപ്പം ഭരണത്തിലിരിക്കുന്നവർ ആരെ ആയിരുന്നാലും എതിർക്കുക എന്നുള്ളതാണല്ലോ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇലക്ഷൻ സമയത്ത് കടകംപള്ളി സുരേന്ദ്രനിൽ മാത്രം അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് CPM-ന് തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ശബരിമല അവർ ബാധിച്ചില്ല. ഇപ്പം പൊതുസമൂഹത്തിൽ അത് എത്രത്തോളം ബാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊന്നുമില്ല. ഈ വോട്ടിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് അതൊരു വലിയ സംഭവമാണോ എന്ന് നമുക്ക് ഇപ്പോൾ അവർ പറയുന്ന ന്യായീകരണം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ അതല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പിന്നെ വേറൊരു വിഷയമുണ്ട്. ഇന്നിപ്പോൾ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്ത വാർത്ത ഇപ്പം പുറത്തു വന്നു. ഇന്നലെ വരെ CPM ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതായത് കർണാടകയിലെ ആ ബുൾഡോസർ വിഷയവും മറ്റത്തൂര് പോലുള്ള സ്ഥലങ്ങൾ, ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പം UDF-ഉം BJP-യും SDPI-യും ഒക്കെ ആയിട്ടുള്ള അലയൻസും ഒക്കെ വളരെ കാര്യമായി ചർച്ച ചെയ്ത് അവരൊന്ന് ഒരു മേൽക്കൈ നേടി വന്ന സമയമാണ്. ആ സമയത്താണ് ഇപ്പം ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള ഒരു വാർത്ത വരുന്നത്. ഇനിയിപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റേ സാധനം മുഴുവനൊക്കെ താഴെ പോവും. ഇനിയിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവനും ഇയാളെ ചോദ്യം ചെയ്തു, ഇയാളെ അറസ്റ്റ് ചെയ്യുമോ, എന്താണ് ഇയാൾക്കെതിലുള്ള പങ്ക് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നടക്കാൻ പോകുന്ന ചർച്ചകൾ മുഴുവനും. അപ്പം മറ്റേ വിഷയം ഇതായിപ്പോവും. മറ്റേ വിഷയം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് സജീവമായി ഉപയോഗിക്കാനായിട്ട് CPM കരുതി എടുത്തിരുന്ന വിഷയമാണ്. പക്ഷേ അത് പോയി കിട്ടും. ഇതാണ് ഇപ്പം ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം.